عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي كلت حيلتي أدركني يا رسول الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കിതാബാണ് അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്. ഷാഫി മദ്ഹബിൽ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹിമഹുല്ല, അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല. നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകളെ തള്ളിപ്പറയാൻ വേണ്ടിയും അത് തെറ്റാണെന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കാൻ വേണ്ടിയുമാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത്. എന്നാൽ ആ ഗ്രന്ഥത്തിൽ തന്നെ മൗലിദാഘോഷം സുന്നത്തായ കാര്യമാണ്, അത് ചെയ്യണമെന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ഉസ്താദുമാരും പണ്ഡിതന്മാരും ഈ ഒരു കിതാബ് പ്രത്യേകമായി പറയാറുള്ളത്. അതിൻ്റെ പ്രധാന ഭാഗമാണ് ഇന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത്. നോക്കാം, അതിൻ്റെ 23-ാമത്തെ പേജിലേക്ക് നോക്കൂ. ഫൽ ബിദ്ഉൽ ഹസനത്തു മുത്തഫഖുൻ അലാ ജവാസി ഫിഅലിഹാ വൽ ഇസ്തിഹ്ബാബു ലഹാ വറജാഉ സവാബി ലിമൻ ഹസനത്തു നിയ്യതുഹു ഫീഹാ. ബിദ്അത്തുൽ ഹസന എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കൽ അനുവദനീയമാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മാത്രമല്ല അത് സുന്നത്തുമാകുന്നു. അതിന് കൂലി പ്രതീക്ഷിക്കലും, അവന്റെ നിയ്യത്ത് ശരിയാണെങ്കിൽ അതിന് കൂലിയും പ്രതീക്ഷിക്കാം എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. എന്നിട്ട് എന്താണ് ബിദ്അത്തുൻ ഹസന? വഹിയ കുല്ലു മുബ്തദഇൻ മുവാഫിഖുൻ ലിഖവാഇദി ശരീഅത്തി ഗൈരി മുഖാലിഫിൻ ലിശൈഇൻ മിൻഹാ വലാ യൽസമു മിൻ ഫിഅലിഹി മഹ്ദൂറുൻ ശർഈയ്യുൻ. എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെട്ടതും അത് ഏത് രൂപത്തിൽ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാവാത്ത രൂപത്തിലും ആ പ്രവർത്തിക്കലിനാൽ ശർഈയായ ഒരു അപകടം സംഭവിക്കാത്ത രൂപത്തിലുമുള്ള എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെട്ടതും ബിദ്അത്തുൻ ഹസനയാണ്. വദാലിക നഹു, അതേതുപോലെയാണ് ബിനാഉൽ മനാബിർ, മിമ്പറുകൾ സൃഷ്ടിക്കൽ, വറുബത്ത്, അതുപോലെ റുബുത്ത്, റിബാത്തുകൾ, ഹൈമകളൊക്കെ ഉണ്ടാക്കല്, വൽ മദാരിസ്, മദ്രസകൾ, സ്ഥാപനങ്ങൾ, വഖാനാത്തി സബീൽ, വഴിയാത്രക്കാർക്കുള്ള പിന്നെ ക്ഷീണം മാറ്റാനുള്ള കേന്ദ്രങ്ങൾ, വഗൈരി ദാലിക മിൻ അൻവാഇൽ ബിർ, ഇതല്ലാത്ത നന്മയുടെ ഏതെല്ലാം ഇനങ്ങളുണ്ട് അതെല്ലാം, അല്ലത്തി ലം തുഅദ്ദു ഫി സദ്രിൽ അവ്വൽ, 1-ാം നൂറ്റാണ്ടിൽ എണ്ണപ്പെടാത്ത കാര്യങ്ങൾ. ഫഇന്നഹു മുവാഫിഖുൻ ലിമാ ജാഅത് ബിഹി ശരീഅത്തു, അത് എന്തുകൊണ്ടാണ് ശരീഅത്ത് അതിനോട് മുവാഫിഖായിട്ടുണ്ട്, യോജിച്ചിട്ടുണ്ട്. എന്തിനാൽ? മിൻ ഇസ്തിനാഇൽ മഅറൂഫി വൽ മുആവനതി അലൽ ബിർരി വത്തഖ്വ, തഖ്വയുടെയും ഗുണത്തിന്റെയും മേൽ പരസ്പരം സഹായിക്കുക, നന്മ പ്രവർത്തിക്കുക എന്ന ശരീഅത്തിന്റെ പൊതുതത്വം, ആ പൊതുതത്വത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കടന്നു വരുന്ന എല്ലാ നന്മയുടെ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, അതിന് കൂലിയുള്ളതാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. എന്നിട്ട് പറയുന്നു, വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിന, അതിൽ ഏറ്റവും അഹ്സനായ ഏറ്റവും നല്ലതായ കാര്യമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട ഒന്ന്. മിൻ ഹാദൽ ഖബീൽ, ഈ കബീലയിൽപ്പെട്ട്, അഥവാ മിമ്പറുകൾ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ മദ്രസകൾ ഉണ്ടാക്കുക, ആ ഒരു മാർഗത്തിൽ പെട്ടത് തന്നെയാണ് റബീഉൽ അവ്വൽ 12-ന്റെ ഈ പരിപാടി എന്ന് മഹാനവറുകൾ പറയുന്നു. മാ കാന യഫ്അൽ ബി മദീനത്തി ഇർബൽ ജബറഹുല്ലാഹു തആല കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സ്വദഖാത്തി വൽ മഅറൂഫി വഇദ്ഹാരി സീനത്തി വസ്സുറൂർ. ഇർബൽ ഭരിക്കുന്ന, ഇർബൽ പട്ടണത്തിന്റെ രാജാവായ സ്വാഹിബ് ഇർബൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു പുതിയ രൂപഭാവങ്ങൾ കൊണ്ടുവന്നത്. നമ്മുടെ കാലഘട്ടത്തിലുള്ള ഇർബൽ പട്ടണത്തിന്റെ സ്വാഹിബ് ചെയ്യുന്ന കാര്യം അതെന്താണ്? എല്ലാ വർഷവും റബീഉൽ അവ്വൽ 12-ന് സ്വതക്കകൾ ചെയ്യുന്നു, അതുപോലെ ഭംഗിയാക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, സന്തോഷങ്ങൾ വെളിവാക്കുന്നു. ഫൈന ദാലിക മാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ, ഇതിലെന്തുണ്ട്?
പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യലുണ്ട്. മുഷ്ഇറും ബി മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടമാക്കലാണ്. വ തഅലീമുഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഅലീം ചെയ്യലാണ്. വ തഅലീമിഹി വ ജലാലത്തിഹി തങ്ങളുടെ മഹത്വം വിളിച്ചോദിക്കലാണ്. ഫീ ഖൽബി ഫായിലിഹി ഇത് ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ. വ ശുക്റൻ ലില്ലാഹി തആല അല്ലാഹുവിന് ശുക്ർ ചെയ്യലുമാണ്. അലാ മാ മന്ന ബിഹി മിൻ ഈജാദി റസൂലിഹി അല്ലദീ അർസലഹു റഹ്മത്തൻ റഹ്മത്തുൽ ലിൽ ആലമീനായി തങ്ങൾ അയച്ച ആ ഒരു റഹ്മത്തിനിക്ക് ശുക്ർ ചെയ്യലും കൂടിയാണ് ഈ പ്രവർത്തനമെന്ന് ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ലാ നോക്കിക്കാണുകയാണ്. അപ്പോൾ നമ്മുടെ നാടുകളിൽ മദ്രസ ഉണ്ടാക്കുന്നത് പോലെ മിമ്പറുകൾ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു നല്ല കാര്യമാണ് ഏത് ഈ റബീഉൽ അവ്വൽ 12 പരിപാടികൾ എന്ന് ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ലാ പറയുകയാണ്. ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ജമീൽ മുർസലീൻ വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ അൽ-മൂസിൽ ശൈഖ് ഉമർ ബിൻ മുഹമ്മദ് അൽ-മുല്ല അഹദു സ്വാലിഹീൻ അൽ-മഷ്ഹൂരീൻ. ഇതാണ് അടിവരട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് ഇർബൽ ഭരണാധികാരിയാണ് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ആദ്യം ചെയ്തത് ഇർബൽ ഭരണാധികാരിയാണ്. എന്നാൽ ഈ പ്രവർത്തനം ആദ്യം ചെയ്തത് ആരാണ്? ഒരു സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനായ വ്യക്തിയാണ്. ഷെയ്ഖ് ഉമർ ബിൻ മുഹമ്മദ് മുല്ല എന്ന് പറയുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാളാണ്. ഇവരെയാണ് വഹാബികൾ പറയാറുള്ളത് ഇദ്ദേഹം ഷിയാക്കളിൽപ്പെട്ട ആളാണ്. എന്നാൽ നവീമാമിന്റെ ഉസ്താദായ അബൂ ഷാമ റഹിമഹുല്ല പറയുന്നു ഇദ്ദേഹം സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ അബൂ ഷാമ റളിയല്ലാഹുവിന് തിരിയാത്തതാണ് ഇപ്പോൾ മൗലവിമാർക്ക് തിരിയുന്നത്. വബിഹി ഇഖ്തദാ ഫീ ദാലിക സ്വഹീബ് ഇർബൽ വഗൈറുഹു റഹിമഹുല്ലാഹു തആല. ഈ ബഹുമാനപ്പെട്ടവരെ ഈ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഈ ഉമറുൽ മുല്ല എന്നവരെ പിൻപറ്റിക്കൊണ്ടാണ് ഇർബൽ ഭരണാധികാരി മറ്റുള്ളവരും ഈ കാര്യം ചെയ്തത്. ഇനി മൂപ്പര് തുടർന്ന് പറയുന്നു വമിമ്മാ യുഅദ്ദു അയ്ളൻ മിനൽ ബിദ്അഇൽ ഹസനത്തി അത്തസ്വാനീഫ്. ഇതുപോലെ ബിദ്അത്തുൽ ഹസനത്തായി ഗണിക്കപ്പെടുന്നതാണ് ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥരചന. ഫീ ജമീഉൽ ഉലൂമി നാഫിഅത്തി ശർഇയ്യ അലാ ഇഖ്തിലാഫി ഫുനൂനിഹ. വ്യത്യസ്ത വിഷയങ്ങളിൽ ശരീഅത്തിന്റെ വ്യത്യസ്ത വിഷയങ്ങളിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇതിന് ഉദാഹരണമാണ്. على اختلاف فنون وتقرير قواعدها وتقسيمها وتقريرها وتعليمها وكثرة التفريعات وفرض المسائل التي لم تقع وتحقيق الأجوبة فيها وتفسير الكتاب العزيز وأخبار النبوة والكلام على أسانيد والمتون وتتبع كلام العرب نثره ونظمه وتدوين كل ذلك واستخراج علوم جمة منه كالنحو والمعاني والبيان والأوزان فذلك وما شاكله معلوم حسن ظاهره فائدته معينا على معرفة أحكام الله تعالى وفهم معاني كتابه وسنة رسوله صلى الله عليه وسلم وكل ذلك مأمور به ولا يلزم من فعله محظور شرعي. മഹാനവറുകൾ പറയുകയാണ് ഈ വരാൻ പോകുന്ന വിഷയങ്ങൾക്കുള്ള മസ്അലകൾ വരെ, സംഭവിക്കാത്ത വിഷയങ്ങൾക്കുള്ള മസ്അലകൾ വരെ കണ്ടെത്തിയത്, അതുപോലെ തന്നെ തഫ്സീറിന്റെ കിതാബുകൾ, അതുപോലെ ഹദീസിന്റെ വിശദീകരണങ്ങൾ, അതിന്റെ സനദുകളെ കുറിച്ചുള്ള ചർച്ച, മത്നുകളെ കുറിച്ചുള്ള ചർച്ച, അറബി ഭാഷയിൽ ആഴത്തിലിറങ്ങിയിട്ട് അതിന്റെ ഗദ്യവും പദ്യവുമുള്ള ചർച്ച, ഇതിൽ നിന്നൊക്കെ പുറപ്പെടുവിച്ച ഇൽമുൽ നഹ്വ്, അതുപോലെ ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, അതുപോലെ വസ്നുകളെ കുറിച്ചുള്ള ചർച്ച, ഇതുമായി കടപിടിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ എന്താണ്? ളാഹിറുഹു ഫായിദത്തുഹു മുഅയ്യനൻ അലാ മഅരിഫത്തി അഹ്കാമില്ലാഹി തആല. ഇത് അല്ലാഹുവിന്റെ വിധികളെ മനസ്സിലാക്കാനുള്ള ഫായിദ, അതിന് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ കിതാബും സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. വകുല്ലു ദാലിക മഅ്മൂറുൻ ബിഹി. ഇതെല്ലാം അല്ലാഹു കൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെട്ട കൽപ്പനകളുടെ ഉള്ളിൽ വരുന്നതാണ്. വലാ യൽസമു ഫിഅലിഹി മഹ്ദൂറുൻ ശർഇയ്യുൻ. ഇത് ചെയ്യൽ കൊണ്ട് ഒരു ശർഈയായ ഒരു അപകടവും സംഭവിക്കുന്നില്ല. അപ്പൊ ഇതുപോലെയാണ് നബിദിനാഘോഷം എന്ന് മഹാനവറുകൾ വ്യക്തമായി പറയുകയാണ്. എന്നിട്ട് പറയുന്നു വഖദ് ഖാല ഇമാം അബൂ സുലൈമാൻ അൽ ഖത്താബി റഹിമഹുല്ലാ എന്നവരെ പറഞ്ഞു എന്താണ്? ഫീ ശർഹി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. ഇതാണല്ലോ കാര്യമായി ഉപയോഗിക്കുന്ന കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന ഹദീസാണ് കാര്യമായി ഉപയോഗിക്കൽ. ഈ ഹദീസ് സംബന്ധിച്ച്, ഈ വാചകം സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഹാദാ ഖാസുൻ ഫീ ബഅദിൽ ഉമൂരി ദൂന ബഅദിൻ. അത് ചില കാര്യങ്ങളിൽ പ്രത്യേകമാണ്. ചില കാര്യങ്ങളിൽ എല്ലാ ബിദ്അത്തും ദലാലത്താണ്. എന്നാൽ എല്ലാ കാര്യത്തിലും എല്ലാ ബിദ്അത്തും ദലാലത്താണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ദൂന ബഅദിൻ വഹിയ, ഏതാണ് ആ കാര്യം? ഷൈഉൻ അഹദസ അലാ ഗൈരി മിസാലിൻ അസ്ലിൻ മിൻ ഉസൂലിദ്ദീൻ. ദീനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു അടിസ്ഥാനത്തിനോടും യോജിക്കാത്ത പുതുതായി ഉണ്ടാക്കിയ കാര്യമാണ്. വഅലാ ഗൈരി ഇബാദത്തിഹി, ദീനിന്റെ ആരാധന അല്ലാത്തതിന്റെ മേലെടുത്തതും, വഖിയാസിഹി, ദീനിന്റെ അടിസ്ഥാന നിയമത്തിനോട് തുല്യമായത് അല്ലാത്തതിന്റെ മേലും എടുത്ത പുതുതായ കാര്യങ്ങളാണ് ബിദ്അത്ത്. വഅമ്മാ മാ കാന മിൻഹ,
ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണെങ്കിൽ മബ്നിയൻ അല ഖവാഇദിൽ ഉസൂൽ, ദീനിന്റെ അടിസ്ഥാനങ്ങളുടെ മേൽ എടുക്കപ്പെട്ടതാണെങ്കിൽ മർദൂദൻ ഇലൈഹ, ദീനിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് മടക്കാൻ പറ്റുന്നതുമാണെങ്കിൽ ഫലൈസ ബിദ്അ, അത് ആക്ഷേപിക്കപ്പെടുന്ന ബിദ്അത്തല്ല, വലാ ളലാല, അത് ളലാലത്തുമല്ല. വല്ലാഹു അലം. ഖുൽതു വമിൻ ഹാദൽ ബാബി ഇഖ്റാറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് മഹാനവർ പറയാണ് ഈ ബിദ്അത്തുൽ ഹസനയിൽ പെട്ട തന്നെയാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച കാര്യം. അതെന്താണ്? ബിലാൽ റളിയല്ലാഹു അൻഹു അലാ സ്വലാത്തിഹി റകഅതൈനി ബഅദ കുല്ലി വുളൂഇൻ വഇൻ കാന ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യശ്റഉ ഖുസൂസിയതൻ ദാലിക ബിഖൗലിൻ വലാ ഫിഅലിൻ വദാലിക ലിഅന്ന ബാബ തതവ്വുഇ ബിസ്വലാത്തി മഫ്തൂഹുൻ ഇല്ലാ ഫിൽ ഔഖാത്തിൽ മക്റൂഹ. അപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും വുളു എടുത്ത ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിൽ ചെരുപ്പടിക്കാലിന്റെ ശബ്ദം കേട്ടു എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ആ സംഭവം ബിദ്അത്തുൻ ഹസനത്താണ്, അതിന്റെ ഗണത്തിൽ പെടുന്നതാണ്. കാരണം സുന്നത്ത് നിസ്കാരങ്ങൾ എപ്പോഴും നിർവഹിക്കുക, കറാഹത്തല്ലാത്ത ഏത് സമയത്തും സുന്നത്ത് നിസ്കാരം നിർവഹിക്കാലോ. ആ ഒരു പൊതുവായ കൽപ്പന പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ള പ്രത്യേകമായി വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ കാണിക്കാത്ത ഒരു കാര്യം ചെയ്തതും റസൂലുള്ള അത് അംഗീകരിച്ചതും. ومن ذلك ഇതിൽപ്പെട്ടത് തന്നെയാണ് ഇഖ്റാറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വഹാബിയ അൽ ആഖർ, മറ്റൊരു സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്റാർ ചെയ്തു അലാ മുലാസമത്തി ഖിറാഅത്തി ഖുൽ ഹുവല്ലാഹു അഹദ് ദൂന ഗൈരിഹാ മിനസ് സൂരി, മറ്റുള്ള സൂറത്തുകളൊന്നും കൂടാതെ ഖുൽ ഹുവല്ലാഹു നിത്യമാക്കുന്ന ഒരു ഇമാം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു സ്വഹാബി പള്ളിയിൽ ഇമാം നിൽക്കാൻ പോയിട്ട് എല്ലാ നിസ്കാരത്തിലും സാധാരണ ഓതുന്ന സൂറത്തിന് പുറമെ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതി. അപ്പോൾ മഅ്മൂമീങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വന്ന് പറഞ്ഞത് ഞാൻ ആ സൂറത്തിന് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ സൂറത്തിനോടുള്ള ഇഷ്ടം നിന്നെ സ്വർഗ്ഗത്തിൽ കടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ സംഭവം ബിദ്അത്തുൻ ഹസനത്താണ്. കാരണം റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് സ്വഹാബത്ത്, ആ മഅ്മൂമീങ്ങളാകുന്ന സ്വഹാബത്ത് അവിടെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ അരികെ ചെന്നുകൊണ്ട് പരാതി പറഞ്ഞതും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പൊ ഇതെല്ലാവരും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി ഒരുപാട് നമ്മളുടെ സംശയങ്ങൾക്ക് മറുപടിയാകും. അള്ളാഹു സത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.